എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായ സമയം നിർണയിച്ചിട്ടുള്ളതാണ്. നൽകിയതും ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും, ഇപ്പൊ നമ്മുടെ സമ്പത്താവട്ടെ, ആരോഗ്യമാവട്ടെ, നമ്മുടെ മാതാപിതാക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, ഭാര്യ, ഭർത്താവ്, മക്കൾ, എന്തുമാവട്ടെ, അതൊക്കെ അള്ളാഹു നൽകിയതാണ്. അത് തിരിച്ചെടുക്കുകയാണെങ്കിൽ, അള്ളാഹു എടുക്കുകയാണെങ്കിൽ അത് അള്ളാഹിന്റെയാണ്. നമുക്ക് കുറ്റം പറയാനോ പരാതിപ്പെടാൻ അവകാശമൊന്നുമില്ല. അത് അള്ളാഹിന്റെയാണ്. ഇത് പറയും എല്ലാത്തിനും ഉള്ളൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളെപ്പം മരിക്കണം, നമ്മുടെ മക്കളെപ്പം മരിക്കണം, നമ്മുടെ മാതാപിതാക്കളെപ്പം മരിക്കണം, നമ്മുടെ ഇണകളെപ്പം മരിക്കണം, എല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട വിശ്വാസികൾ, ഇമാം അൽ ബുഖാരി റഹിമഹുള്ളയുടെ അൽ അദബുൽ മുഫ്റദ് എന്ന കിതാബിലെ സഹീഹായ ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നാം ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബാബു യുക്തബു ലിൽ മരീദി മാ കാന യഅമലു വഹുവ സഹീഹൻ. ഒരു രോഗിക്ക് അവന്റെ മേലെ രേഖപ്പെടുത്തപ്പെടും അവൻ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ. ഇന്നലെ ബാബിലെ കുറച്ച് ഹദീസുകൾ വായിച്ചു. അതിന്റെ തുടർച്ചയായിട്ടുള്ള ഹദീസുകളാണ് വായിക്കുന്നത്. عن عطاء بن أبي رباح قال لي ابن عباس. عطاء بن أبي رباح رحمه الله അദ്ദേഹം അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്നോട് പറയുകയുണ്ടായി എന്നുള്ളത്. എന്താണ് പറഞ്ഞത്? അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതാ ഇബ്നു അബീ റബാഹയോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ സ്വർഗാവകാശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അതാ ഇബ്നു അബീ റബാഹയോട് ചോദിക്കുകയാണ്. ഇതിന്റെ റിവായത്തിന്റെ തുടർച്ചയിൽ കാണാം, അതാ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, أنه رأى أم زفرة تلك المرأة طويلة السوداء على سلم الكعبة. കഅബയുടെ കവാടത്തിന്റെ അടുക്കൽ വെച്ച്, അതിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചോദിക്കുന്നത്. അപ്പോൾ കാണിച്ചു തരട്ടെ ചോദിച്ചു. ഖുൽതു ബല. അപ്പോൾ അതാ ഇബ്നു അബീ റബാഹ പറഞ്ഞു, അതെ കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഖാല. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കഅബയുടെ അടുക്കൽ വെച്ച് കാണിച്ചു കൊടുത്തു. ഹാദിഹിൽ മർഅതു അസ്സൗദാ, ഈ കറുത്ത വർഗക്കാരിയായിട്ടുള്ള ഈ സ്ത്രീ അത്തത്തി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എന്തായി വരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഫഖാലത് ഇന്നി ഉസ്റഉ, എനിക്ക് അപസ്മാരം ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു. അപസ്മാരം, സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അപസ്മാരം ബാധിക്കുന്ന ഒരു വ്യക്തി, അവന്റെ ബോധം നഷ്ടപ്പെട്ട് ശരീരം പ്രത്യേക രീതിയിലാകുന്ന ആ അവസ്ഥ, വായിൽ നിന്ന് ഇവയും പതയും എല്ലാം വന്നു പോകുന്ന ആ തരത്തിലൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് പറഞ്ഞു. വൈന്നി ഉതകശ്ശഫു, അതോടൊപ്പം പറഞ്ഞു എനിക്ക് ഈ അപസ്മാരം സംഭവിക്കുന്ന സമയത്ത് എന്റെ ഔറത്ത് വെളിവാകുന്ന, അത് പ്രകടമാകുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട്. എന്നിട്ട് ആ സ്ത്രീ ആവശ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, അഥവാ ഈ ഒരു രോഗം ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക എന്നുള്ളത് അനുവദനീയമായിട്ടുള്ള തവസ്സുലാണ്. എന്നാൽ മരണപ്പെട്ടതിന് ശേഷം ഖബറിന്റെ അടുക്കൽ പോയിട്ട് അങ്ങനെ പറയുക എന്നുള്ളതൊന്നും സ്വഹാബികളോ അല്ലെങ്കിൽ ആരും പഠിപ്പിക്കാത്ത
അത് പിഴച്ച വിശ്വാസവും കർമ്മവുമാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ ആവശ്യപ്പെടാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. ആ നിലയ്ക്ക് ചോദിച്ചു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, ഇൻ ശിഅ്തി സ്വബർതി വലകിൽ ജന്ന. നീ ഉദ്ദേശിക്കുകയാണ്, നീ ക്ഷമിക്കാൻ വേണ്ടി നീ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, നീ ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷമിക്കുകയാണ് എങ്കിൽ വലകിൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു, നിനക്ക് സ്വർഗം ലഭിക്കും എന്ന് പറഞ്ഞു. വഇൻ ശിഅ്തി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദഅഉതുല്ലാഹ അൻ യുആഫിയക, ദഅഉതുല്ലാഹ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അൻ യുആഫിയക, നിനക്ക് ആഫിയത്ത് നൽകാൻ വേണ്ടി, നിനക്ക് ഈ രോഗം മാറി കിട്ടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അവരുടെ രോഗം മാറാനുള്ള ഏറ്റവും വലിയ സബബായിട്ടുള്ള ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, അത് ആവശ്യപ്പെടുക എന്നുള്ളത്. അപ്പൊ അത് ആവശ്യപ്പെട്ടപ്പോ ഈ രണ്ട് ഓപ്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കൊടുക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ദുആ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ ഇത് എന്റെ ഒരു ദുആ ആവശ്യക്കാരനാവാത്ത രീതിയിൽ നീ ക്ഷമിക്കുകയാണ് എങ്കിൽ, അഥവാ വേറൊരാളുടെ പ്രാർത്ഥന ആവശ്യക്കാരനാകാത്ത രീതിയിൽ നീ ക്ഷമിക്കുകയാണ്, പുറത്തൊരു സബബ് തേടാതെ നീ ക്ഷമിക്കുകയാണ് എങ്കിൽ വലകിൽ ജന്ന, നിനക്ക് എന്തുണ്ട്, സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. ഫഖാലത്ത്, അവൻ അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, അസ്ബിറു, ഞാൻ ക്ഷമിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്റെ രോഗം മാറാൻ ദുആ ചെയ്യണ്ട, ഞാൻ ക്ഷമിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. ഫഖാലത്ത്, അതോടൊപ്പം ആ സ്ത്രീ പറഞ്ഞു, ഇന്നി ഉതകശഫു, പക്ഷെ ഞാൻ എന്താകാറുണ്ട്, എനിക്ക് ഈ അപസ്മാരം സംഭവിക്കുന്ന സമയത്തൊക്കെ എന്റെ വസ്ത്രം അങ്ങോട്ട് നീങ്ങിപ്പോകും. അപസ്മാരം മനസ്സിലായല്ലോ, ഫിറ്റ്സ് എന്ന് പറയുന്നത്. അവർ അങ്ങനെ വരച്ച് അസ്വസ്ഥമായിട്ട് അവരുടെ കൺട്രോളിൽ നിന്ന് പോകും അവരുടെ ശരീരത്തിന്റെ പ്രവർത്തനം. അപ്പോ ഔറത്ത് വെളിവാകാറുണ്ട്, എന്റെ ശരീരത്തിലെ വസ്ത്രം നീങ്ങി പോകാറുണ്ട്. വസ്ത്രം നീങ്ങി പോകാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. വസ്ത്രം നീങ്ങിപ്പോയി ഔറത്ത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കാണുന്ന അവസ്ഥയിൽ തൊട്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ടി, ആ സ്ത്രീക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. ഈ ഹദീസ് ഏത് രോഗമാവട്ടെ ആ രോഗത്തിൽ സ്വബർ കാണിക്കുന്ന, സ്വബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് വിധിച്ചതാണ് എന്ന നിലക്ക് ബുദ്ധിമുട്ടുകളോട് കൂടി സഹിക്കുന്നതിനാണ് ക്ഷമ എന്ന് പറയാം. ഹബ്സുൻ നഫ്സി അലാ മാ തക്റഹു അല്ലെങ്കിൽ അലൽ മക്കാരിഹ് എന്നാണ് സ്വബർ എന്നുള്ള പദത്തിന്റെ തഅരീഫ്, അതിന്റെ വിശദീകരണം. അപ്പൊ സ്വന്തം നഫ്സിനെ പിടിച്ചു നിർത്തലാണ്. അതിന് കുറച്ച് ബുദ്ധിമുട്ട് പ്രശ്നമൊക്കെ ഉണ്ടാവും. ഇപ്പൊ രോഗം സഹിക്കേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. എന്നാലും അതങ്ങോട്ട് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് സ്വബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രോഗം വരുന്ന സമയത്ത് അവനൊരു കാരണം സ്വീകരിക്കുന്നതിനോടൊപ്പം, കാരണം സ്വീകരിക്കാൻ, അവൻ ആ രോഗം മാറിക്കിട്ടാൻ ഒരു കാരണം സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്, അവന് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ, അവനത് ക്ഷമിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ഒരു വ്യക്തിക്ക് ആ കാരണങ്ങളെ ഒഴിവാക്കുകയും ചെയ്യാം എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷമ എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ക്ഷമ ഓരോരുത്തർക്കും ഉണ്ടാവണം. അതിന്റെ ഏറ്റവും ഉന്നതമായ ഒരു അവസ്ഥ തെളിയിക്കാൻ ഒരു രോഗിക്ക് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ അറിയിക്കുകയാണ്. അതുപോലെ ഈ ഹദീസിന്റെ ഫായിദയായിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം സ്വഹാബി സ്ത്രീകളുടെ ഹയാ ആണ്. അവരെത്രത്തോളം ലജ്ജിച്ചിരുന്നു അവരുടെ ശരീരം മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ളത്. ആലോചിച്ച് നോക്കി, ഈ രോഗിയാകുന്ന ഒരു സ്ത്രീ അവളുടെ ഈ രോഗസമയത്ത് അവളുടെ വസ്ത്രം നീങ്ങിപ്പോയി ആരെങ്കിലും കണ്ടാൽ, ഒരാളെ തന്റെ ശരീരം കാണിച്ചു, തന്റെ ഔറത്ത് കാണിച്ചു എന്നതിന് കുറ്റക്കാരിയാവൂല. കാരണം അവരുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള ഇഖ്തിയാരി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല അത്, സ്വമേധയാ ചെയ്തൊരു കാര്യമല്ല. എങ്കിൽ പോലും ആ ഒരു അവസ്ഥയിൽ പോലും തന്റെ ഔറത്ത്, തന്റെ ശരീരം വേറൊരാൾ കാണരുത് എന്ന് ആഗ്രഹിച്ച സഹാബി വനിതകളുടെ ഹയാ നമുക്കിത് മനസ്സിലാക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും സുബ്ഹാനല്ലാഹ്, ഇന്ന് കാലത്ത് മുസ്ലിം സ്ത്രീകൾ, ഒരു ഭൂരിഭാഗം മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ, പ്രത്യേകിച്ച് പ്രായക്കാരും യുവതികളുമായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ, അവരുടെ ശരീരം, അള്ളാഹു തആലയാണ് അവർക്ക് ശരീരം നൽകിയത്, അള്ളാഹു പറഞ്ഞതുപോലെ അവരത് മറക്കുകയും വേണം. എന്നാൽ അതൊന്നും ചിന്തിക്കാതെ, അതൊന്നും അന്വേഷിക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ആളുകളെ കാണിക്കുന്ന ഒരവസ്ഥ കാണാം. സഹാബി വനിതകളെ ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഏത് കാര്യത്തിനും നമ്മൾ മാതൃക സഹാബികളെ ആക്കണം. ഏത് കാര്യത്തിനും സഹാബി വനിതകൾ അങ്ങേയറ്റം ലജ്ജ കാണിച്ചിരുന്നു എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഏത് രോഗമാവട്ടെ
അതിൽ ഒരാൾക്ക് ക്ഷമിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ, ദുനിയാവിലെ ഏത് ബലായിലാവട്ടെ ക്ഷമിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അത് സ്വർഗം ലഭിക്കാവുന്ന ഒരു കാരണമാണ് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഹദീസിന്റെ തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. അതിലാണ് അഅ്താബിൻ അബി റബാഹ റളിയല്ലാഹു റഹിമഹുല്ലാഹ് പറയുന്നത്, ആ സ്ത്രീയെ ഉമ്മു സുഫർ എന്നാണ് ആ സ്ത്രീയുടെ കുനിയത്ത്. ആ സ്ത്രീയുടെ വിളിപ്പേര് ഉമ്മു സുഫർ എന്നാണ്. കഅബയുടെ അടുക്കൽ വെച്ചിട്ടാണ് കാണുന്നത്. അതോടൊപ്പം ഉദ്ധരിക്കുന്നുണ്ട്, വഅനിൽ ഖാസിം അന്ന ആയിഷത ഖബറത്ഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂൽ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, മാ അസ്വാബൽ മുഅ്മിന മിൻ ശൗകത്തിൻ ഫമാ ഫൗഖഹാ ഫഹുവ കഫാറത്തുൻ. ഒരു മുഅ്മിനിനെ ബാധിക്കുന്നില്ല ഒരു മുള്ളാകട്ടെ, അല്ലെങ്കിൽ അതിന് വലുതായിട്ടുള്ള എന്തുമാവട്ടെ, ഒരു മുള്ള് തറക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ അതിന് വലുതായിട്ടുള്ള എന്ത് കാര്യമാവട്ടെ, അവനതൊരു കഫാറത്താകാതെ, അല്ലെങ്കിൽ അവന് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സത്യത്തിൽ നമുക്ക് സംഭവിക്കുന്ന പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള പല മാർഗങ്ങൾ അള്ളാഹുവോട് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പാപം സംഭവിച്ചു പോയി, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തു, ഐച്ഛികമായ നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, സദഖ, ദിക്ർ, ദുആ, ഇതൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാകും. അതിലൂടെ പുറത്തിട്ടില്ല എങ്കിൽ, അതിലൂടെ പുറത്തു കിട്ടാത്ത വൻപാപങ്ങൾ അത് പൊറുക്കാനുള്ള കാര്യമാണ് തൗബ എന്നുള്ളത്. ആത്മാർത്ഥമായി തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാരണമാണ് പാപങ്ങൾ പുറത്തു കിട്ടാൻ ഈ ബലാഅകൾ സംഭവിക്കുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിലോ സ്വത്തിലോ സമ്പത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ ബലാഅകൾ ബാധിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പാപം പൊറുക്കാനുള്ള ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ എത്ര നിസ്സാരമാവട്ടെ, എത്ര ചെറുതാവട്ടെ, അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒരു കഫാറത്ത് അവിടെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. ഇത് ആശയത്തിലുള്ള മറ്റൊരു ഹദീസ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യുശാഖു ശൗകതൻ ഫി ദുനിയ യഹ്തസിബുഹാ ഇല്ലാ ഖുസ്സ ബിഹാ മിൻ ഖതായാഹു യൗമൽ ഖിയാമ. മാ മിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമും ഇല്ല, യുശാഖു ശൗകതൻ ഫി ദുനിയ, അവനൊരു മുള്ള് തറക്കുകയാണ് ദുനിയാവിൽ വെച്ച്, യഹ്തസിബുഹാ, അവൻ അതിന് അല്ലാഹുവിൽ പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ്. അവനാ മുള്ള ഇറച്ചതിന്റെ പേരിൽ ക്ഷമിച്ചിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ്. ഇല്ലാ ഖുസ്സ ബിഹാ മിൻ ഖതായാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവന്റെ പാപത്തിന് അത് പകരമായിക്കൊണ്ടല്ലാതെ ഉണ്ടാകൂല. അതായത് അവൻ ചെയ്ത പാപം ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് ഈ ചെറിയൊരു ബുദ്ധിമുട്ട് അവൻ അനുഭവിച്ചത് അതിന് ഖിസാസ് ആയിക്കൊണ്ട് അതിന് പകരമായിട്ട് അവിടെ നിൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. ഇത് ആശയത്തിന് മുമ്പ് നമ്മൾ പല ഹദീസുകളും പറഞ്ഞു. മറ്റൊരു ഹദീസിൽ عن جابر رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, മാ മിൻ മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിയുമില്ല സത്യവിശ്വാസിനിയുമില്ല, വലാ മുസ്ലിമിൻ വലാ മുസ്ലിമത്തിൻ, ഒരു മുസ്ലിമുമില്ല മുസ്ലിമത്തുമില്ല. മുഅ്മിനും മുസ്ലിമും രണ്ട് അവസ്ഥകളാണ്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് പറയുകയാണെങ്കിൽ വ്യത്യാസം, മുസ്ലിം എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള ഇസ്ലാമിന്റെ കാര്യങ്ങൾ, അർക്കാനുൽ ഇസ്ലാം അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആള്, ഷഹാദത്ത് പറഞ്ഞിട്ടുണ്ടാകും, നിസ്കരിക്കുന്നുണ്ടാകും, സകാത്ത് കൊടുക്കുന്നുണ്ടാവും, നോമ്പ് കൊടുക്കുന്നുണ്ടാവും, ഹജ്ജ് നിർവഹിക്കുന്നുണ്ടാവും, അങ്ങനെയുള്ളത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഈമാൻ ഒന്നുകൂടിയും ഹൃദയത്തിൽ ഉറച്ചിട്ടുള്ള മുസ്ലിമിന്റെ മുകളിലുള്ള ദർജയാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. ഈമാൻ ഹൃദയത്തിൽ ദൃഢമായിട്ടുള്ള ആളുകൾ, അങ്ങനെ ആളുകൾ പൊതുവായി പറയുകയാണ് മുസ്ലിമീങ്ങൾ. യംറുദു മർദൻ, ഒരു രോഗം ബാധിക്കുകയാണ്, ഇല്ലാ ഖസ്സല്ലാഹു ബിഹി അൻഹു മിൻ ഖതായാഹ്, അവന് രോഗം വന്നു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അതുകൊണ്ട് അല്ലാഹു തആല പകരമാക്കുന്നതാണ്. ഒരു പാപങ്ങൾക്ക് പകരമായി ആ രോഗം മാറും. അടുത്ത ബാബ്, ബാബു ഹൽ യകൂനു ഖൗലുൽ മരീദി ഇന്നി വജിഉൻ ശികായതൻ, ഒരു വ്യക്തി പറയുകയാണ് എനിക്ക് വേദനിക്കുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരാതിപ്പെടലാകുമോ എന്നുള്ളത്. അപ്പൊ ആളുകൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ആളുകളോട് എന്ത് ചെയ്യും, ഒരു ബുദ്ധിമുട്ടായിക്കൊണ്ട് നമ്മൾ എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന നിലക്ക്. എന്നാൽ തന്റെ ഒപ്പമുള്ള മനുഷ്യരോട് തന്റെ പരാതി ആയിക്കൊണ്ട് ഇതുപോലൊരു കാര്യം പറയുന്നത്, അത് ശരിക്കും ഒരു മുഅ്മിൻ പരാതി പറയേണ്ട ആരോടാണ്? അള്ളാഹുവിനോടാണ്. അവന്റെ ഷെഖ്വൊക്കെ പറയേണ്ട അള്ളാഹുവിനോടാണ്. അപ്പൊ ഇങ്ങനെ പറയുക എന്നുള്ളത്, വേദനിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിനോട് പരാതിപ്പെടേണ്ട പോലെ ആകുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. عن هشام عن أبيه قال
ദഖൽതു അന വ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അല അസ്മാ. സഹാബിയായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആരാണ്? അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് അസ്മാ. അപ്പോൾ അസ്മാ ബിയുടെയും സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. ഇത് പറയുന്നതിന് മുമ്പ് ഇസ്ലാമിക ലോകത്ത് ഈ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹുവിന്റെ ആ കാലഘട്ടത്തിൽ പിന്നെ ഒരുപാട് ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്ത് കഴിഞ്ഞ മുതൽ അയോധ്യാന കാലത്തിന് ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ധാരാളം ഫിത്നകൾ ഇസ്ലാം ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഹജ്ജാജും അതുപോലെ തന്നെ പല കൂട്ടരുമായിട്ട് മുസ്ലിമുകൾക്കിടയിൽ തന്നെ ഒരുപാട് ഫിത്ന ഉണ്ടായിരുന്ന, യുദ്ധമുണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ കാര്യം. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യമുണ്ട്, അപ്പുറത്ത് മറ്റു പല ആളുകളുമായിട്ട് സൈന്യം യുദ്ധം നടക്കാൻ നിൽക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്താണ് ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അസ്മാ ബീവി വയസ്സായിട്ടുണ്ട്. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഹിഷാം എന്ന താബിഈന്റെ ഉപ്പ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടി അസ്മാ ബീവിയുടെ അടുക്കിലേക്ക് വന്നു. ഖബല ഖത്ലി അബ്ദുല്ലാഹ് ബിഅശ്രി ലയാലിൻ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നതിന്റെ 10 ദിവസം മുമ്പാണത്. ഒരു യുദ്ധത്തിൽ വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലുകയും ഹജ്ജാജിന്റെ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ അതിങ്ങനെ ഒരു കുരിശിൽ തറക്കുമാറ് മരത്തിൽ തറച്ചു വെക്കുകയൊക്കെ ചെയ്ത ഒരുപാട് സംഭവമുണ്ട്. അപ്പോ ആ കൊല്ലപ്പെടുന്നതിന്റെ 10 ദിവസം മുമ്പാണത്. അസ്മാ ബീവിക്കാണെങ്കിൽ പ്രായാധിക്യം എത്തിയിട്ടുണ്ട്, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഫഖാല ലഹ അബ്ദുല്ലാഹ്, അപ്പൊ ഉമ്മയായിട്ടുള്ള അസ്മാ ബീവിയോട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ തജ്ദീനക്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്, എന്താ നിങ്ങളുടെ അവസ്ഥ, എങ്ങനെയുണ്ട് ചോദിച്ചു. ഖാലത് വജിഅത്തുൻ, അപ്പൊ ആര് പറഞ്ഞു? അസ്മാ ബീവി പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, വേദന ഉണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നിലയ്ക്ക് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഈ ബാബിന്റെ ഭാഗത്താണ്. കാരണം ഒരാളോട് തന്റെ വേദനയോ ബുദ്ധിമുട്ടോ പറയുക എന്നുള്ളത് എന്തല്ല, തെറ്റായിട്ടുള്ള കാര്യമല്ല എന്ന് അറിയിക്കാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബാബിലെ അർത്ഥം വരുന്ന ഹദീസിന്റെ ഭാഗം ഈ ഭാഗമാണ്. ബാക്കിയുള്ള വായിക്കാം. ഖാല ഇന്നി ഫിൽ മൗത്ത്, അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞു, ഇന്നി ഫിൽ മൗത്ത്, ഞാനും മരണത്തിലാണ്. അവിടെ ഉദ്ദേശം മരണത്തിലൂടെ ഒരു റാഹത്ത് ലഭിക്കും എന്നുള്ള നിലക്ക് പറഞ്ഞ വാക്കാണ്. ഈ മരണത്തിലൂടെ റാഹത്ത് ലഭിക്കും, പൂർണ്ണമായ ശിഫ എന്ന് പറഞ്ഞാൽ എന്താ? മരണമാണ്. മരണത്തിന് ശേഷം പിന്നെ രോഗം വരാനുണ്ടോ? ഇല്ല. അപ്പോ മരണം ഒരു റാഹത്താണ് എന്ന് പറഞ്ഞു. കാലത്ത് അപ്പോ അസ്മാ ബീവി മകനോട് ചോദിച്ചു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനോട് ചോദിച്ചു, ലഅല്ലക തശ്തഹി മൗതി ഫലിദാലിക തതമന്നാഹു, നീ എന്റെ മരണം ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ മരിക്കും എന്ന് നീ വിചാരിച്ചുകൊണ്ടാണോ ഈ പറയുന്നത്? അതുകൊണ്ടാണോ നീയും അങ്ങനെ മരണം റാഹത്താണ് എന്ന നിലക്ക് നീയും പറയുന്നത്? ഇത് പറയുന്ന സന്ദർഭം ആലോചിക്കണം. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും സൈന്യവും മറ്റൊരു സൈന്യവുമായി യുദ്ധം നടക്കുന്ന വരും ദിവസങ്ങളിൽ എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയിൽ, മരിക്കാം, എന്തും സംഭവിക്കാം, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു വധിക്കുമെന്ന് എതിർ സൈന്യം തീരുമാനിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ സംസാരം. മരണത്തിലുള്ള ആഴത്തുണ്ടാവുന്ന അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു പറയുമ്പോൾ അബ്ദുല്ലാഹ് സുബൈർ തന്നെ അറിയാം, വൈകാതെ വലിയ യുദ്ധം വരാനുണ്ട്, എന്നെ വധിക്കാൻ വേണ്ടി ആളുകൾ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അസ്മാ ബീവി ചോദിക്കുകയാണ്, ഞാൻ എന്റെ മരണം നീ ആഗ്രഹിക്കുന്ന കൊണ്ടാണോ നീയും അത് ആഗ്രഹിച്ചത് ചോദിച്ചു. ഫലാ തഫ്അൽ, എന്നിട്ട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് മകനോട്, നീ അങ്ങനെ ചെയ്യരുത്, ഞാൻ ആഗ്രഹിക്കരുത്. ഫവല്ലാഹി മാ അശ്തഹി അൻ അമൂത ഹത്താ യഅതിയ അലാ അഹദി തറഫൈക്, അല്ലാഹു ആണ്, ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ മരണപ്പെടാൻ കൊതിക്കുന്നില്ല രണ്ടാലൊരറ്റം നിന്റെ മേലെ കാണാതെ, നിനക്ക് രണ്ടാലൊരവസ്ഥ ഉണ്ടാകാതെ. ഔ തുഖ്തല ഫഅഹ്തസിബക്, ഒന്നെങ്കിൽ നീ കൊല്ലപ്പെട്ട് നിന്റെ മേലെ എന്ത് വേണം, എനിക്ക് അള്ളാഹു ഒരു പ്രതിഫലം പ്രതീക്ഷിക്കാൻ സാധിക്കണം. അതായത് സ്വന്തം മകനാണ്, മകൻ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ സാഹചര്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിലായി പറയുന്നത്. അപ്പൊ അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കാൻ. അതല്ലെങ്കിൽ നീ യുദ്ധം ജയിച്ച് എനിക്ക് കൺകുളിർമയാകുന്ന അവസ്ഥ, ഈ രണ്ടര കാണാതെ എനിക്ക് മരിക്കാൻ ഞാൻ കൊതിക്കുന്നില്ല എന്ന് എനിക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്താണോ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് അത് നിനക്ക് സംഭവിക്കുകയും നീ അതിനെ നേരിടുകയും, ഫലാ തുവാഫിഖക, നീ അതിനോട് മനസ്സുകൊണ്ട് യോജിക്കാതിരിക്കുകയും, ഫതഖ്ബലഹ കറാഹിയത്തുൽ മൗത്ത്, അതിന്റെ മരണത്തിനോടുള്ള വെറുപ്പ് കൊണ്ട് അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുക. അതായത് നീ യുദ്ധത്തിന് പോകുമ്പോ ഏത് പിന്തിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മരണഭയം കൊണ്ട് മാറി നിൽക്കുന്ന ആ രീതിയിൽ ഒന്നും ഉണ്ടാവരുത്. അള്ളാഹിന്റെ ഖദർ എന്താണോ അത് സംഭവിക്കും, അതിന് നീ മാറിപ്പോകേണ്ട ആവശ്യമില്ല എന്ന നിലക്ക് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ 10 ദിവസങ്ങൾക്ക് ശേഷം
അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയും ഉമ്മ ആ ശരീരം കാണുന്ന വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ, കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ തൊട്ടു നോക്കുകയൊക്കെ ചെയ്ത് വളരെയധികം അതിൽ വിഷമിക്കുകയും അതിൽ അള്ളാഹുവിൽ പ്രതിഫലം പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്ത സംഭവം ഇസ്ലാമിക ലോകത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് ഈ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അതുൽ മുഫ്രദിൽ കൊടുത്തിട്ടുള്ളത്. ഈ കൊടുക്കാനുള്ള കാരണം അസ്മാ ബീവി സഹാബി വനിത അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ എന്ത് പറഞ്ഞു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ വേദനയാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ള വാക്ക് പറയുകയുണ്ടായി. അപ്പൊ രോഗം വരുന്ന ഒരാൾ അയാളുടെ വേദന അറിയിക്കാൻ വേണ്ടി മറ്റൊരാളോട് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് എന്തല്ല, ഒരു പരാതിപ്പെട്ടുന്ന അവസ്ഥയല്ല. പക്ഷെ ഒരിക്കലും ഒരു മുസ്ലിം അവൻ അനുഭവിക്കുന്ന വേദന അവന്റെ മറ്റുള്ള സൃഷ്ടികളോട്, അവന്റെ ഒപ്പമുള്ള സൃഷ്ടികളോട് എന്ത് പറയരുത്, അള്ളാഹിനോട് പരാതിപ്പെടുന്ന പോലെ പറയരുത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ രീതിയിൽ പരാതി ഉണ്ടല്ലോ, അതല്ല ഉദ്ദേശിച്ചത്. എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തല്ല, ഇതിൽ പെടില്ല എന്നാണ് പറയുന്നത്. അബീ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു മറ്റൊരു സംഭവം ഇതിന് തെളിവായിക്കൊണ്ടുള്ളത് അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായ ഒരു സംഭവം പറയാം. അന്നഹു ദഖല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മഅറൂഖുൻ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിച്ചിരിക്കുകയാണ്. മഅറൂഖ് എന്ന് പറഞ്ഞാൽ കഠിനമായ പനി എന്നുള്ള അർത്ഥത്തിലൊക്കെ കാണാം. അങ്ങേയറ്റത്തെ പനി, നല്ല ചൂടുള്ള പനി, അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അവസ്ഥ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ നല്ല പനി ബാധിച്ച അവസ്ഥയിലാണ്. അലൈഹി ഖതീഫത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ ഒരു വിരിപ്പോ പുതപ്പോ തുണിയുണ്ട്. ഫവദഅ യദഹു അലൈഹി, അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെയുള്ള ഈ വിരിപ്പിന്റെ മേലെ പുതപ്പിന്റെ മേലെ ഒന്ന് വെച്ച് നോക്കി, കൈ ഒന്ന് വെച്ച് നോക്കി. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഫവജദ ഹറാറതഹാ ഫൗഖൽ ഖതീഫ പറയാണ്, സഈദ് റളിയല്ലാഹു അൻഹു പറ്റി പറയാണ്, തൊട്ടു നോക്കിയപ്പോ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹുവിന് ആ ചൂട്, തുണിയുടെ മേലെന്ത് ആ ചൂട് അനുഭവിക്കാൻ സാധിച്ചു. നല്ല പനി ഉണ്ടാവുമ്പോ മേത്ത് തുണിയിട്ടാൽ അതിന്റെ മേലെ എന്തുണ്ടാവും, ആ ചൂടുണ്ടാവും. അപ്പൊ അത്ര അനുഭവിച്ചു, അറിയാൻ സാധിച്ചു. ഫഖാല അബൂ സഈദ്, അപ്പൊ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അശദ്ദ ഹമ്മാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾക്ക് എന്തൊരു പനിയാണ്, എന്തൊരു ചൂടാണ്, എന്തൊരു പനിയാണ് എന്ന് പറഞ്ഞു. ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാ കദാലിക്, ഞങ്ങൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, നബിമാർക്ക് അങ്ങനെയാണ്. യസ്തദ്ദു അലൈനാ അൽ ബലാഉ, പരീക്ഷണങ്ങൾ ഞങ്ങളുടെ മേലെ കഠിനമാകും. വയുളാഅഫു ലനൽ അജ്റു, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മേലെ പ്രതിഫലവും ഇരട്ടിയായിട്ടുണ്ടാകും. ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ ആരാണ്, നബിമാരാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നബിമാരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവരനുഭവിച്ച പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്താണ്. സ്വന്തം കുടുംബത്തിൽ നിന്നാവട്ടെ, നാട്ടിൽ നിന്നാവട്ടെ, ഒപ്പമുണ്ടായിരുന്ന ആളുകളിൽ നിന്നാവട്ടെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. എന്നിട്ടും അവർ ക്ഷമിച്ച് ദീനിൽ ഉറച്ചു നിന്ന് ദഅവത്തിന്റെ മേഖലയിൽ മുന്നേറിയിട്ടുണ്ട്. അപ്പോ നബിമാർക്ക് നബി സല്ലല്ലാഹു പറയാണ്, ഞങ്ങൾക്ക് ബലാവും ഇരട്ടിക്കും പ്രതിഫലവും ഇരട്ടിക്കും. എന്നിട്ട് പറഞ്ഞു, അപ്പോ അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഖാല യാ റസൂലല്ലാഹ് അയ്യുൻ നാസി ബലാഅൻ, അപ്പൊ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, റസൂലേ ആരാണ് ജനങ്ങളിൽ ഏറ്റവും പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ, ഏറ്റവും പരീക്ഷണം ആർക്കാ ഉണ്ടാവുക? ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അംബിയാഉ, നബിമാർക്കാണ് ഏറ്റവും പരീക്ഷണം, നബിമാർക്കാണ്. സുമ്മ സ്വാലിഹൂൻ, പിന്നെ സ്വാലിഹീങ്ങൾക്കാണ്, അഥവാ ഏറ്റവും അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് പിന്നീട് ഏറ്റവും അധികം പരീക്ഷണം ഉണ്ടാവുക. വഖദ് കാന അഹദുഹും യുബ്തലാ ബിൽ ഫഖർ, എന്നൊരു വിശേഷം ഒരു ഉപമ പറയാണ്. സ്വാലിഹീങ്ങൾക്ക് ഇപ്പൊ ചില ആളുകൾക്ക് ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച എല്ലാവിധ സുഖവും കിട്ടണം എന്നാണ്. അല്ലെങ്കിൽ ചില ആളുകൾ വിചാരിക്കും അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു അടിമ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ കഷ്ടപ്പാടുകളോ ഒക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിലും എന്ത് പറയും, അവനെന്താ അള്ളാഹു അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അള്ളാഹു അവനെ വെറുക്കുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്ന നിലക്കൊക്കെ പറയും. പക്ഷെ കാര്യം അങ്ങനെയല്ല. അള്ളാഹു തആല ഏറ്റവും പരീക്ഷിക്കുന്ന ആരെയാണ്, നബിമാരെയാണ്, പിന്നെ സ്വാലിഹീങ്ങളാണ്. എന്നിട്ട് പറയാണ്, വഖദ് കാന അഹദുഹും യുബ്തലാ ബിൽ ഫഖർ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഒരു ഉപമ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടും. ഹത്താ മാ യജിദ ഇല്ലൽ അബാഅത യജൂബുഹാ ഫയൽബസുഹാ,
അങ്ങനെ ദാരിദ്ര്യം ഉണ്ടായിട്ട് അവന് വസ്ത്രമായി ധരിക്കാൻ ഉണ്ടാകുന്നത് ഒരു ആയിരിക്കും, ഒരു പുതപ്പ് പോലുള്ളതായിരിക്കും. അതുകൊണ്ട് മാത്രം ശരീരം മൊത്തം മൂടാൻ പറ്റുന്ന അവസ്ഥയിലാണ് അവനൊരു വസ്ത്രം ഉണ്ടാവുള്ളൂ, ബാക്കി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ദാരിദ്ര്യം വന്നിട്ടുണ്ടാകും. അവന് കുമ്മൽ എന്ന് പറഞ്ഞാൽ സാധാരണ പേന് എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന പേനുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ കൊണ്ടോ പുഴുക്കൾ കൊണ്ടോ അതൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള രോഗം അവന് പരീക്ഷിക്കപ്പെടും. അതുകൊണ്ട് അവൻ അതുകൊണ്ട് മരണം സംഭവിക്കുന്ന അവസ്ഥയിൽ പരീക്ഷിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വലഅഹദുഹും കാന അശദ്ദ ഫറഹൻ ബിൽ ബലാ, അവരിൽ അങ്ങനെയുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ അവരെക്കാളും ആ പരീക്ഷണത്തിൽ സന്തോഷിക്കുന്ന ഒരാളുണ്ടാവില്ല. ബിനാഹദിക്കും ബിൽ അറ്റാ, എങ്ങനെയാണ് സന്തോഷം ഉണ്ടാവുക എന്നറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഏറ്റവും സൗഖ്യവും സമ്മാനങ്ങളും സന്തോഷവുങ്ങളൊക്കെ ലഭിക്കുമ്പോ നിങ്ങൾ സന്തോഷിക്കുന്നത് പോലെ അവർ ആ ബലാഇന്റെ സമയത്ത് സന്തോഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് ബാഹ്യമായി നോക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? ബാഹ്യമായി നോക്കുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കി. ഒരാൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളിലൂടെയും എല്ലാവിധ ആഡംബരത്തിലും എല്ലാവിധ ആഫിയത്തിലുമായി ജീവിക്കുകയാണ്. വേറൊരാള് സ്വാലിഹായ ഒരു വ്യക്തി, ഇയാൾ ചിലപ്പോൾ അള്ളാഹിനെ അനുസരിക്കുന്നുണ്ടാവില്ല, മാഴ്സിയത്ത് ചെയ്യുന്നുണ്ടാവും. എന്നാൽ സ്വാലിഹായ ഒരു വ്യക്തി ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, രോഗങ്ങളാണ്, ആ രോഗം കൊണ്ട് മരണപ്പെടുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചിന്തിക്കുക? ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്ന നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ഇയാളുടെ ജീവിതം കഷ്ടപ്പാടിലും ദുരിതത്തിലുമായി തീർന്നു, അയാൾ ഏറ്റവും ദുഃഖത്തിലായിരിക്കും. മറ്റേയാളോ ഏറ്റവും അധികം സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖത്ത് പറയാണ്. ആ സ്വാലിഹായ വ്യക്തി സ്വാലിഹായതുകൊണ്ട് അവന്റെ ഖൽബിൽ അവൻ അനുഭവിക്കുന്ന സന്തോഷം എല്ലാവിധ സൗകര്യങ്ങളും ലഭിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതിനേക്കാൾ വലുതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സാദിഖുൽ മസ്ദൂഖ്, അല്ലാഹു എന്ന് വഹി ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. ഒരു കാര്യത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവന് സന്തോഷമാണോ ബുദ്ധിമുട്ടാണോ ഉണ്ടാവുക എന്നുള്ളൊരു അടിസ്ഥാനം. കാരണം ഇവിടെ ബലാ അനുഭവിച്ചാൽ അതിന് അർഹമായ പ്രതിഫലം എനിക്ക് നാളെ പരലോകത്ത് കിട്ടും എന്ന ഉറച്ച ബോധവും വിശ്വാസവും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബലാകൾ എന്താണ്? അവന് നേട്ടാണ്, അവന് പരലോകത്തേക്കുള്ള നേട്ടാണ്. എന്നാൽ ഇവിടെയുള്ള സുഖസൗകര്യങ്ങൾക്കും ആർഭാടങ്ങൾക്കും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണമല്ലോ എന്നുള്ള അവസ്ഥയിലാണ് ഇതൊക്കെ ലഭിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ പേടിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, രോഗങ്ങളാവട്ടെ, ബുദ്ധിമുട്ടാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, കഷ്ടപ്പാടാവട്ടെ, നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്താണ്? ഇതൊക്കെ ചോദിച്ചു വാങ്ങണമെന്നല്ല, ഇതൊക്കെ അള്ളാഹിനോട് തേടണമെന്നല്ല. വന്നു കഴിഞ്ഞാൽ, അള്ളാഹു നമ്മുടെ മേലെ വിധിച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള, അതിൽ ക്ഷമ കൊള്ളാനുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. ഒരിക്കലും ദുനിയാവ് എന്നുള്ളത് സുഖിക്കാനുള്ള സ്ഥലമല്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ, അള്ളാഹുവിന് വേണ്ടി എന്റെ ഇഷ്ടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ഞാൻ ചെയ്യാണ്, അങ്ങനെയൊക്കെ തെളിയിച്ചു കൊടുക്കാനുള്ള സ്ഥല ദുനിയാവ്. അതിനുള്ള ദുനിയാവ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ നേടിപ്പിടിക്കാൻ, അതൊക്കെ ലഭിക്കാൻ, അതൊക്കെ കണ്ടെത്താൻ അതിനുള്ള ഒരു സ്ഥലമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നോക്കൂ, ഇന്ന ഇഅ്ളമൽ ജസാഇ മാ ഇഅ്ളമിൽ ബലാ, പ്രതിഫലത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതിഫലം വർദ്ധിക്കുന്നത് ബലാഇന്റെ ആധിക്യം അനുസരിച്ചിട്ടാണ്. എത്രയാണോ പരീക്ഷണം വർദ്ധിക്കുന്നത് അതിനനുസരിച്ച് പ്രതിഫലവും വർദ്ധിക്കും. അള്ളാഹു ഒരു കൂട്ടരെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ആരാണോ അതിൽ തൃപ്തിപ്പെടുന്നത്, ഇത് അള്ളാഹു വിധിച്ചതാണ് എന്ന നിലക്ക് തൃപ്തി കാണിക്കുന്നത്, അവൻ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകും. ആരാണോ കോപിക്കുന്നത്, അതിനോട് വെറുപ്പ് കാണിക്കുന്നത്, അവൻ അതേപോലെ വെറുപ്പും കോപവുമാണ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറൊരു ഹദീസ് കാണാം. അപ്പോ നമുക്ക് ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വേറൊരു കണ്ണിലൂടെ കാണാൻ നമുക്ക് പറ്റണം. അതായത് ഒരു കാര്യം സംഭവിക്കുമ്പോ അത് പരലോകവുമായി ബന്ധിപ്പിച്ച് അതിനെ കാണാൻ പറ്റണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിന്റെയും അതിന്റെ ദീനീ വശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനും ഏതൊരു ബലായിൽ ക്ഷമിക്കാനും അതിൽ തൃപ്തി കാണിക്കാനും പറ്റും. അടുത്ത ബാബ് ഇയാദത്തിൽ മുഗ്മ അലൈഹി, ഒരാൾ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ രോഗസന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ്.
عن جابر بن عبد الله رضي الله عنه قال جابر بن عبد الله رضي الله عنه പറയാണ് മരിയത്തു മറവൻ എനിക്കൊരു രോഗം ബാധിക്കുകയുണ്ടായി. അത് ഹജ്ജത്തുൽ വദാഇന്റെ യാത്രയിലെ സമയത്താണ്, തിരിച്ചു വരുമ്പോഴോ മറ്റോ ആണ് ആ രോഗം ബാധിച്ചിട്ടുള്ളത്. ജാബിർ റളിയല്ലാഹു അൻഹു ഫഅതാനി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുനി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ വഹുമാ മാഷിയാനി, അവർ രണ്ടുപേരും ആ യാത്രയിലോ മറ്റോ അല്ലെങ്കിൽ മറ്റും താമസിക്കുന്ന സമയത്ത് ജാബിർ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് നടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും രോഗ സന്ദർശനത്തിന് വേണ്ടി വന്നു. ജാബിർ അബ്ദുല്ലാഹ് പറയാൻ എന്നെ കാണാൻ വന്നു. ഫവജദാനി ഉഗ്മിയ അലയ്യ, അവർ രണ്ടുപേരും വന്ന സമയത്ത് ഞാൻ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ്. അതായത് ചില രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ എന്ത് സ്വഭാവം നഷ്ടപ്പെട്ടു, അപ്പൊ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അവർ വന്നത്. ഫതവദ്ദഅ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം വുദു എടുത്തു. ثم صب وضوءه علي, എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തതിന് ശേഷമുള്ള വെള്ളം, നബിയുടെ ശരീരം കൊണ്ട് ഉള്ള ഇതിനൊക്കെ എന്തുണ്ടാവും, ബറക്കത്തുണ്ടാവും. വുദു എടുത്ത വെള്ളം സഹാബികൾ സൂക്ഷിക്കാറുണ്ടായിരുന്നു, അവർ ശിഫ തേടിക്കൊണ്ട് മറ്റുമെല്ലാം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോ വെള്ളം വുദു എടുത്തതിന്റെ ബാക്കിയുള്ളത് ഈ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹുവിന്റെ മേലെ, ശരീരത്തിന് മേലെ കുടഞ്ഞു. ഫഅഫഖ്തു, അങ്ങനെ ഞാൻ എനിക്ക് എന്ത് കിട്ടി, ബോധം തിരിച്ചിട്ടി. ഫഇദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ബോധം തിരിച്ചെത്തിയ സമയത്ത് നോക്കുമ്പോൾ എന്താണ്, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞാൻ പെട്ടെന്ന് കാണുന്നത്. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കൈഫ അസ്നഉ ഫീ മാലി, ഞാൻ എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? കൈഫ അഖ്ലി ഫീ മാലി, എന്റെ സമ്പത്തിന്റെ വിഷയത്തിൽ എന്ത് വിധിയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഫലം യുജിബ്നി ബിശൈഇൻ, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ എന്നോട് ഒന്നും മറുപടി പറഞ്ഞില്ല. ഹത്താ നസലത് ആയത്തുൽ മീറാത്ത്, മീറാത്തിന്റെ ആയത്ത് ഇറങ്ങുന്നത് വരെ എന്ന് പറഞ്ഞു. ഇതിൽ നമ്മുടെ ഭാവവുമായി ബന്ധപ്പെട്ട വിഷയം, ജാബിർ റളിയല്ലാഹു അൻഹു ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ രോഗ സന്ദർശനം നടത്താൻ ആര് പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അതായത് ചില ആളുകൾ രോഗ സന്ദർശനം നടത്തുമ്പോൾ ഒരു വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, രോഗിക്ക് ബോധം ഉണ്ടെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ രോഗി പിന്നെ എവിടെയെങ്കിലും കിടക്കുകയാണ്, ബോധമില്ലാതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ICUയിൽ കിടക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ രോഗ സന്ദർശനം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഒരു ധാരണ ഉണ്ടാവാറുണ്ട്. ശംസാസ്മി എന്ത് ചെയ്തിട്ടുണ്ട്, ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന രോഗിയെ പോലും സന്ദർശിക്കാൻ പോയിട്ടുണ്ട്. അതായത് രോഗ സന്ദർശനം ചിലപ്പോൾ ചില ആളുകൾ രോഗി എന്താ വിചാരിക്കുക, ഞാൻ പോയില്ലെങ്കിൽ രോഗിക്ക് എന്താ തോന്നുക, ആ നിലക്കാണ് ചില ആളുകൾ കാണാൻ പോവുക. പക്ഷെ രോഗിക്ക് ബോധമില്ലെങ്കിൽ കൂടി, അത്ര ഉള്ള അവസ്ഥയിലാണെങ്കിൽ കൂടി രോഗസന്ദർശനം നടത്താം എന്നതിനെ അറിയിക്കുന്ന ഒരു ഹദീസാണത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ ഈ ഹദീസ് പറഞ്ഞിട്ടുള്ള ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ച എന്റെ സമ്പത്ത് എന്താ ചെയ്യേണ്ടത്, എന്താണ് അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജാബിർ റളിയല്ലാഹുവിന്റെ വിഷയത്തിലാണ് കലാലത്തിന്റെ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതായത് അന്തരവകാശ നിയമങ്ങൾ പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൻ നിസാ. അത് ആദ്യത്തിലും ഒക്കെ അന്തരവകാശ നിയമങ്ങളുണ്ട്. സ്വത്ത് എങ്ങനെ വീതിക്കണം, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ഉപ്പാക്ക്, എത്ര ഉമ്മാക്ക്, എത്ര ഭർത്താവിന്, ഭാര്യക്ക്, മക്കൾക്ക് എങ്ങനെ, ഈ മക്കളില്ലെങ്കിൽ സഹോദരന്മാർക്ക് എങ്ങനെ, സഹോദരിമാർക്ക് എങ്ങനെയാണ് വീതിക്കേണ്ടത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അസ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ്, അസ്ലും ഫർഉമായിട്ട് ഒരാളുടെ സ്വത്ത് പോവുകയാണ്, മേലെ ഉപ്പാക്കും ഉമ്മാക്കും താഴെ മക്കൾക്കുമാണ്. താഴെ മക്കളിൽ ആൺമക്കളും ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ പുറത്ത് സഹോദരന്മാർക്ക് പോവില്ല, അത് പിന്നെ പോവില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനും ഉണ്ടാവും, അല്ലാതെ വേറെ സഹോദരന്മാർക്ക് ആ വഴിക്കൊന്നും പോവില്ല. പക്ഷെ ജാബിർ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ജാബിർ റളിയല്ലാഹു ആരില്ല, മക്കളും ഇല്ല, വാപ്പി ഇമ്മ, മേലും താഴെ എന്തില്ല, അസ്ലും ഫർഉം ജീവിച്ചിരിപ്പില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് ഇക്ലീൽ എന്ന് പറയും, അങ്ങനെ കലാലത്ത് എന്ന് പറയും. അപ്പോ ജാബിർ റളിയല്ലാഹു സ്വത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവിടെ മരിച്ചുപോയി കഴിഞ്ഞാൽ സ്വത്ത് അവിടെ ബാക്കി കിടക്കുകയാണ്. ഞാൻ എന്തായാലും ചെയ്യേണ്ടത്, എന്തായാലും പറയേണ്ടത്, ഞാൻ എന്തായാലും ചെയ്യേണ്ടത് നബ്സാസിനോട് ചോദിക്കാം. നബ്സാസിന് മറുപടി അറിയാൻ അറിയില്ല, കാരണം വഹി ഇറങ്ങണ്ടേ. അങ്ങനെ ഇറങ്ങിയ ആയത്താണ് സൂറത്തുൽ നിസായിലെ അവസാനത്തെ ആയത്ത്, ആയത്തുൽ കലാല എന്നറിയപ്പെടുന്നത്. അതിന് ആയത്തുൽ സൈഫ് എന്ന പേരിലും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. കാരണം സൈഫിയായ കാലത്ത് അഥവാ വേനൽക്കാലത്ത് ഇറങ്ങിയിട്ടുള്ള ആയത്താണ് എന്ന നിലക്ക് ആയത്തുൽ സൈഫ് എന്നുള്ള പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കലാല എന്നതിനെ അറിയപ്പെടും. കലാലത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് മേലും താഴെ ആരും ഇല്ല, അത് വീതിച്ചു കൊടുക്കാനുള്ള അവസ്ഥയിൽ മരണപ്പെടുന്നതിന് കലാലത്ത് പറയാം. അതെങ്ങനെയാണ് വീതിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്ന ആയത്താണ് ആ ആയത്ത്. അപ്പൊ ആയത്ത് ഇറങ്ങുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല എന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്. പക്ഷെ ആ ബാബുമായി ബന്ധപ്പെട്ടത് രോഗിക്ക് ബോധമില്ലെങ്കിലും അതുപോലുള്ള അവസ്ഥയിലാണെങ്കിലും രോഗ സന്ദർശനം നടത്താം അല്ലെങ്കിൽ നടത്തേണ്ടതാണ് എന്ന് അറിയിക്കാനാണ്. അടുത്ത ബാബ്, ബാബു ഇയാദത്തു സിബിയാൻ, കുട്ടി, ചെറിയ കുട്ടി രോഗിയായി കിടന്നാൽ സന്ദർശിക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതും ചില ആളുകൾക്ക് സംശയമല്ല, ചെറിയ കുട്ടി രോഗിയായി കിടന്നാൽ സന്ദർശിക്കേണ്ട ആവശ്യമുണ്ടോ, വലിയ ആളുകളല്ലേ സന്ദർശിക്കേണ്ടത് എന്ന് നിലക്ക്.
എന്നാൽ ചെറിയ കുട്ടിയെയും സന്ദർശിക്കാം അല്ലെങ്കിൽ സന്ദർശിക്കണം എന്നറിയിക്കുന്ന ഒരു ഹദീസാണ്. عن أسامة بن زيد رضي الله عنه أسامة بن زيد حب الرسول എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ആര്? ഉസാമ റളിയല്ലാഹു അൻഹു. ആ ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ് അന്ന സബിയൻ ലിബ്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ ചെറിയ ഒരു കുട്ടി കഠിനമായ ഒരു രോഗം മൂർച്ഛിച്ച അവസ്ഥയിലായി. فبعثت امه الى النبي صلى الله عليه وسلم ان ولدي في الموت. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും വേറെ സ്ഥലത്തിരിക്കുകയാണ്. അപ്പോ ഈ മകള് ഒരു ആളെ പറഞ്ഞയച്ചു. ആരുടെ അടുത്തേക്ക്? വെല്ലിപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളുടെ കുട്ടിയെ വയ്യാതെ രോഗം മൂർച്ഛിച്ച് കിടക്കുകയാണ്. അപ്പൊ മകള് വാപ്പാന്റെ അടുത്തേക്ക് അഥവാ കുട്ടിയുടെ വെല്ലിപ്പാന്റെ അടുത്തേക്ക് അങ്ങനെ മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരാളെ അയക്കാണ്. എന്താണ് വിഷയം? കുട്ടി മരിക്കാനായിട്ടുണ്ട്, കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഈ ദൂതനോട് പറഞ്ഞയച്ച ആളോട് പറഞ്ഞു, ഇദ്ഹബ്, നീ പൊയ്ക്കോ. ഫഖുൽ ലഹാ, നീ അവളോട് പറയ്, ഇന്ന ലില്ലാഹി മാ അഖദ, അല്ലാഹുവിൻ്റെതാണ് അല്ലാഹു എടുത്തിട്ടുള്ളതൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരാളുടെ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അള്ളാഹു തന്ന എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ അവകാശി ആരാണ്? അള്ളാഹു ആണ്. ഇന്ന ലില്ലാഹി മാ അഖദ. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഈ ദുആനെയാണ് മുസീബത്തിന്റെ സമയത്ത് പറയേണ്ട ദുആ എന്നുള്ളത്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ തഅദിയത്ത് ചെയ്യാൻ അയാളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് തഅദിയത്ത് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ദുആ ആണ് ഈ പറഞ്ഞത്. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത, നൽകിയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതും അള്ളാഹിന്റേതാണ്. ഇപ്പൊ നമുക്കൊരു കുട്ടി ജനിച്ചാൽ അത് ആരെന്നാണ്? അള്ളാഹാണ്. നമ്മുടെ ഒരു കുട്ടി മരണപ്പെട്ടാൽ എന്താണ്? അള്ളാഹ് തിരിച്ചെടുത്താണ്. ഒക്കെ അള്ളാഹിന്റെയാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായ സമയം നിർണയിച്ചിട്ടുള്ളതാണ്. നൽകിയതും ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും, ഇപ്പൊ നമ്മുടെ സമ്പത്താവട്ടെ, ആരോഗ്യമാവട്ടെ, നമ്മുടെ മാതാപിതാക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, ഭാര്യ, ഭർത്താവ്, മക്കൾ, എന്തും ആവട്ടെ, അതൊക്കെ അള്ളാഹു നൽകിയതാണ്. അത് തിരിച്ചെടുക്കുകയാണെങ്കിൽ, അള്ളാഹു എടുക്കുകയാണെങ്കിൽ അത് അള്ളാഹിന്റെയാണ്. നമുക്ക് കുറ്റം പറയാനോ പരാതിപ്പെടാൻ അവകാശമൊന്നുമില്ല. അത് അള്ളാഹിന്റെയാണ്. ഇത് പറയും എല്ലാത്തിനും ഉള്ളൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളെപ്പം മരിക്കണം, നമ്മുടെ മക്കളെപ്പം മരിക്കണം, നമ്മുടെ മാതാപിതാക്കളെപ്പം മരിക്കണം, നമ്മുടെ ഇണകളെപ്പം മരിക്കണം, എല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് അവൾ ക്ഷമിക്കട്ടെ, അവൾ പ്രതിഫലം പ്രതീക്ഷിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സ്വന്തം പേരക്കുട്ടി വയ്യാതെ കിടക്കുകയാണ്, മരണത്തിനോട് അടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് വെല്ലിപ്പാന്റെ അടുത്തേക്ക് മോള് ആളയച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന വാക്ക് ആലോചിക്കും. ഇതാണ് ഒരു മുഅ്മിന് ഉണ്ടാവേണ്ട ഒരു വിശ്വാസത്തിന്റെ വാക്ക്. അങ്ങനെ പറഞ്ഞു, അങ്ങനെ മകളുടെ അടുത്ത് വന്ന ആള് തിരിച്ച് മകളുടെ അടുത്തേക്ക് പോയിട്ട് അറിയിച്ചു, ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അറിയിച്ചു. വീണ്ടും മകള് തിരിച്ച് ആളയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളയച്ചു. എന്ത് പറഞ്ഞിട്ട്? എന്തായാലും നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട്. എന്തായാലും വാപ്പാനോട് പറയാണ്, പേരക്കുട്ടി മരിക്കാനായി കിടക്കുമ്പോൾ നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് ആളയച്ചു. فقام النبي صلى الله عليه وسلم في نفر من اصحابه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ വട്ടം മോളെ ആളയച്ചപ്പോ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. ഒരു കൂട്ടം സഹാബികൾ അവിടെ ഉണ്ട്. മിൻഹും സഅദ് ഇബ്നു ഉബാദ, ആ കൂട്ടത്തിൽ സഅദ് ഇബ്നു ഉബാദ ഉണ്ട്, ചെറിയ വായത്തിൽ സഅദ് ഇബ്നു മുആദ് ഉണ്ട്, മറ്റു ശ്രേഷ്ഠരായിട്ടുള്ള പല സഹാബികളും ആ കൂട്ടത്തിലുണ്ട്. അൻസാരികളായിട്ടുള്ള വലിയ നേതാക്കന്മാരായിട്ടുള്ള ദീനിൽ ഉന്നതമായ സ്ഥാനത്തുള്ള സഹാബികളുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്. അവിടുന്ന് എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവാണ്. പോയി സഹാബികളും പോയി. فأخذ النبي صلى الله عليه وسلم الصبي فوضعه بين صندوقتيه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയെ എടുത്ത് തന്റെ ശരീരത്തിനോട്, തന്റെ നെഞ്ചിന്റെ ഈ ഭാഗത്തിനോട് ചേർത്ത് പിടിച്ചു. വലിസദിരിഹി കഅകഅതുൻ കഅകഅതി ശന്ന, അവിടെ ആ നെഞ്ചിനോട് ചേർക്കുമ്പോ ആ കുട്ടിയുടെ നെഞ്ചിൽ റൂഹ് പോകുന്ന അവസാന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടല്ലോ, അങ്ങനെ ആ ശ്വാസം മുട്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ആ ശബ്ദം കുട്ടിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാവുകയാണ്. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് നിറഞ്ഞു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണ് നിറഞ്ഞ് കണ്ണീര് വരുന്നത് കണ്ടപ്പോ സഅദ് ഇബ്നു ഉബാദ അനുഭവത്തോടു കൂടി ചോദിച്ചു. കാരണം നേരത്തെ പറഞ്ഞിട്ട് എന്താണ്? അള്ളാഹുനൊക്കെ തീരുമാനിച്ചത് ഒക്കെ ഇതാക്കിയത് ക്ഷമിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണല്ലോ,
എന്ന നിലക്ക് സഅദ് ഇബ്നു ഉബാദ അത്ഭുതത്തോട് ചോദിച്ചു, അത്തബിക്കി വ അൻത റസൂലുള്ളാഹ്, റസൂലേ നിങ്ങളും കരയാണോ, റസൂലേ നിങ്ങളും കരയാണോ റസൂലേ ചോദിച്ചു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അബ്കി റഹ്മതൻ ലഹ, ഞാൻ ആ കുട്ടിയോടുള്ള കാരുണ്യം കൊണ്ടാണ് കരയുന്നത്. ഇന്നല്ലാഹ ലാ യർഹമു മിൻ ഇബാദിഹി ഇല്ലാ റഹ്മാ, കാരുണ്യം കാണിക്കുന്ന ആളുകളോട് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുള്ളൂ, കാരുണ്യം കാണിക്കുകയുള്ളൂ. അള്ളാഹിന്റെ കാര്യം കിട്ടണമെങ്കിൽ എന്ത് വേണം, നമ്മൾ അങ്ങോട്ട് കാരുണ്യം കാണിക്കണം എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ശരിക്കും ചില കാര്യങ്ങളെ മനസ്സിലാക്കേണ്ട രീതി അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പേരക്കുട്ടിക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ചിലപ്പോ ഏറ്റവും കൂടുതൽ ബേജാറാകുന്ന ആളുകൾ വല്യപ്പാരും വല്യമാരായിരിക്കും. ഉമ്മയേക്കാളും ചിലപ്പോൾ ബേജാറാവുക വല്യപ്പാരും വല്യമാരായിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞ എന്താണ്, അതിന്റെ ഒരു ഹഖീഖത്താണ്. അതായത് മരണം ജീവിതമൊക്കെ അള്ളാന്റെ ഉള്ള ഒരു കാര്യമാണ്. അതായത് അതിന്റെ സമയമാകുമ്പോൾ അത് നടക്കും. അതുകൊണ്ട് ക്ഷമിക്കുക, പ്രതിഫലം പ്രതീക്ഷിക്കുക എന്ന് മോളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ എന്തായാലും മോൾക്ക് സാധിക്കുന്നില്ല എന്ന നിലക്ക് എന്തായാലും വരണം എന്ന നിലക്ക് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. എന്നിട്ട് ആ കുട്ടിയെ എടുത്തപ്പോ കരയാണ്. സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന വിഷമം ഉണ്ടാവുന്ന കരയാണ്. അപ്പോ മറ്റു സഹാബിക്ക് അത്ഭുതമാവുകയാണ്. കാരണം നബി അങ്ങനെ പറഞ്ഞിട്ട് പിന്നെന്താ ഈ കരയുന്നത്? അപ്പോ സഹാബി ചോദിച്ചു പോയി. അപ്പൊ നബി പറഞ്ഞെന്താ, അത് കാരുണ്യാണ്. ഈ കുട്ടിയോട് മരിക്കാൻ പോകുന്ന അവസാന നിമിഷത്തിലുള്ള കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യമാണ് എന്ന് പറഞ്ഞ് ആ കാരുണ്യമുള്ളവർക്കേ അള്ളാഹുവിന്റെ കാര്യം ലഭിക്കുള്ളൂ പറഞ്ഞു കൊടുക്കുക. ഈ ഹദീസ് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ അവരുടെ കുട്ടികൾ മരണപ്പെട്ടാൽ ലഭിക്കുന്ന പ്രതിഫലം കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിരുന്നാലും മുസീബത്താണ്, ഒരാൾക്ക് വിഷമം ഉണ്ടാവും, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ സബർ നിർബന്ധമാണ്. കാരണം ദുനിയാവാണ്, അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുക്കുക. അള്ളാഹിന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അർഹതല്ല. അത് തന്നപ്പോ നമ്മൾ ചോദിച്ചിട്ടില്ലല്ലോ, എന്തിനൊക്കെ തന്നതെന്ന് അള്ളാഹിനോട് ചോദിച്ചിട്ടില്ലല്ലോ. അതുപോലെ എടുത്തപ്പോ അത് ചോദിക്കാൻ പാടില്ല, ക്ഷമിക്കണം. പക്ഷെ ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. നിലവിളിച്ച് ബേജാറായി അല്ലെങ്കിൽ ആ രീതിയിൽ ക്ഷമയില്ലാത്ത ഒരു സംസാരവും പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്ന്, ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. ഈ സംഭവം, ഈ ഹദീസ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു സംഭവം സാദുൽ മആദിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഒരിക്കൽ ഇബ്നു തൈമിയ്യ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഭയങ്കര സാഹിദായിട്ടുള്ള ഭയങ്കര തസവൂഫുള്ള ഒരാൾ, അയാളുടെ കുട്ടി മരിച്ചപ്പോ അയാള് ചിരിക്കുകയാണ്. അയാൾ നല്ല സന്തോഷത്തിലാണ് കുട്ടി മരിച്ചപ്പോ. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ കുട്ടി മരിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു. പറഞ്ഞത് അള്ളാഹിന്റെ വിധിയാണ്, അള്ളാഹ് വിധിച്ചാണ്, അവിടെ ഞാൻ അതിൽ സന്തോഷിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ശിഷ്യന്മാര് വന്നിട്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയോട് പറഞ്ഞു, അയാള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഇങ്ങനെ എന്ത് ചെയ്തു, ഭയങ്കര സാഹിദാണ്, പഴച്ച ആയിട്ടല്ല, ഭയങ്കര സാഹിദാണ്, അതുകൊണ്ട് അള്ളാഹിന്റെ ഖദറിലെ തൃപ്തി കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു, അവന് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ കാര്യത്തില് അയാൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഇവിടെ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്, ആ കുട്ടിയോടുള്ള കാരണത്താൽ കരഞ്ഞിട്ടുമുണ്ട്. ഇത് രണ്ടും കൂടി ജംഅ് ചെയ്യലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് ഒരായത്തിനെയും ഹദീസിനെയും ഒക്കെ എന്തിനാ നബി സല്ലല്ലാഹു സീറ പഠിക്കണം, സഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം പറയാൻ എന്തിനാ? ഒരു കാര്യം അല്ലാതെ ഈ ഒന്നാമത്തെ ആ ഹദീസ് മാത്രം പറഞ്ഞിട്ട് ഒരാൾ മനസ്സിലാക്കുകയാണ്, അപ്പൊ മരിച്ചു കഴിഞ്ഞാല് സന്തോഷിക്കുക അല്ലെങ്കിൽ സമാധാനിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്, കരയാനൊന്നും പാടില്ല എന്ന് പറഞ്ഞാലോ? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചു, സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി. അപ്പൊ എന്തുണ്ട്? മാനസികമായിട്ടുള്ള കാരുണ്യം കൊണ്ടുള്ള വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൻ മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീര് ഒഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു പറഞ്ഞു, കൽബിൽ വിഷമം ഉണ്ടാവും, കണ്ണീര് വരും, പക്ഷെ അള്ളാഹു തൃപ്തിപ്പെടാത്ത വാക്കൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ പറയില്ല എന്ന നിലക്ക്. അപ്പോ മാനസികമായിട്ടുള്ള വിഷമം അത് ഉണ്ടാകണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. എന്നാൽ അള്ളാഹുവിന്റെ ഖദറിൽ എന്തുണ്ടാകാൻ പാടില്ല, ഒരു അള്ളാഹ് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന നിലക്ക് ഒന്നും ഉണ്ടാകാതെ അത് തൃപ്തിപ്പെടുകയും വേണം. ഇത് രണ്ടും ജംഅ് ചെയ്യുന്നിടത്താണ് ഒരാളുടെ ഈമാൻ ഏറ്റവും ശരിയാകുന്നത്. അപ്പൊ ഈ ബാബിൽ ഈ ഹദീസ് കൊടുക്കാനുള്ള കാരണം, ചെറിയ കുട്ടിയാണെങ്കിലും രോഗിയാണെങ്കിലും ആ രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് രോഗസന്ദർശനത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ്. അത് ചില ആളുകൾ വിചാരിക്കും ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടി പറഞ്ഞാൽ പിഞ്ചു കുഞ്ഞാണ്, 1-2 വയസ്സ് അത്ര കണക്കൂട്ടിക്കോളി. അങ്ങനെയുള്ള കുട്ടിയാണെങ്കിലും രോഗിയായി കിടന്നാൽ സന്ദർശിക്കുക എന്നുള്ളത് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ് എന്നറിയിക്കാനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു ബാബിനെ പ്രത്യേകിച്ച് തലക്കെട്ട് കൊടുത്തിട്ടില്ല. അൻ ഇബ്രാഹിം ബിൻ അബി അബ്ലത ഖാല, ഒരു ഹദീസ് കൊടുക്കുകയാണ്. മരിൽതു ഇംറഅതി
مرضت امرأتي فكنت أجيء إلى أم الدرداء إبراهيم بن أبي عبلة رحمه الله عليهم بريانه إن شاء الله കുറച്ച് വിശദീകരിക്കാൻ വരും നമുക്ക് അടുത്ത ദിവസം പറയാം سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين